ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു കൊച്ചു വീഡിയോ ഗുരുവായൂർ അമ്പലനടയിലെ ഒരു അനൗൺസ്മെൻറ്റ്, അമ്പലനടയിൽ പോയൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാനിടയായി. വീഡിയോ ചിത്രീകരണം അമ്പലത്തിൽ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവാണ്. ഇതിന് കാരണക്കാരി നമ്മുടെ ജസ്ന എന്ന സ്ത്രീയാണ് ഇതിന് കാരണക്കാരി. അവർ അവിടെ വെച്ച് കേക്ക് മുറിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, അടിപിടി കൂടി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു കോടതി വിധി. പക്ഷേ ഇവിടെ ചിന്തനീയമായൊരു വിഷയമുണ്ട്. ഒരാൾ എന്തോ ഒരു മണ്ടത്തരമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിധി വന്നു, നല്ല കാര്യമാണത്. പക്ഷേ മറുഭാഗമുണ്ട്. നല്ല കലാകാരൻ, നല്ല കലാകാരി, എല്ലാ മനുഷ്യരും കലാകാരന്മാരും കലാകാരികളുമാണ്. സിനിമ കാണാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ? പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ട്. വീഡിയോ കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ? അതും പ്രത്യേകിച്ച് നമ്മുടെ ഭഗവാന്റെ നടയിലുള്ള വീഡിയോ എന്ത് സുന്ദരമായിരിക്കും. അതിനല്ലേ സ്റ്റേ വന്നിരിക്കുന്നത്. അത് വളരെ ദയനീയമായൊരു സംഭവമല്ലേ. ഭഗവാന്റെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷം, ഭഗവാനോടുള്ള പ്രാർത്ഥന, ഭഗവാൻ മനസ്സിലലിയുന്നൊരവസ്ഥ, അതിന് ഭംഗം വരുത്തുകയല്ലേ ചെയ്തത്. അപ്പോൾ അതിന് വകതിരിവുണ്ടാവണം. നല്ല കാര്യങ്ങൾക്ക് അനുവാദം കൊടുക്കണം. അവിടെ വെച്ച് കണ്ടു, ഒരു കുട്ടി വരയുന്നുണ്ടായിരുന്നു. ഒരു ചിത്രം, ഭഗവാന്റെ ചിത്രം വരഞ്ഞ് പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടു, ഒരു പെൺകുട്ടി. അത് നല്ല കാര്യമല്ലേ. അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ഈ വൃത്തികേടുകൾക്ക് തടസ്സം ചെയ്യുക എന്നല്ലാതെ നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കൾ, അവർക്ക് വളരാനുള്ളൊരു വേദി ഭഗവാന്റെ നട. അതിനോളം വലുത് പറയുന്നുണ്ട് ഈ ലോകത്ത്. ആ നടയിൽ നടനമാടുന്ന കുട്ടികളുണ്ട്, നല്ലതാണ്. അതുപോലെ തന്നെ വരയുന്നതും വീഡിയോയും അതിൻ്റെ മറ്റൊരു അർത്ഥതലങ്ങളാണ്, മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നതിൽ വലിയ മഹനീയത തോന്നുന്നില്ല. ഇത് ഹൈക്കോടതി വീണ്ടും ചിന്തനം ചെയ്യണം, മാറ്റിയുണ്ടാക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.